ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ഞങ്ങളുടെ പുതിയൊരു വീഡിയോ. അപ്പോൾ ഇതേ നാട്ടിലെ മൊത്തം പൂ പറിച്ച് നാട്ടിലത്തെ പൂക്കളൊക്കെ ഇല്ലാണ്ടാക്കണ ഒരാളെ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ് ഇതല്ല, പക്ഷേ അത് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. നോക്കൂ ഗൈസ്, നോക്കൂ, ഒരു പാത്രവും പിടിച്ച് കാലത്തിറങ്ങും, കണ്ടില്ലേ? എന്നിട്ട് ഇതേ അവിടുന്ന് ഇവിടുന്നൊക്കെ പൂ പറിക്കും, പൂക്കാരി കണ്ട. പക്ഷെ ഞാൻ അവളെ കുറ്റം പറയില്ല, കാരണം നമുക്ക് പൂ തകഞ്ഞില്ലെങ്കിൽ ഇവിടെ നമ്മളെ തന്നെ സഹായിക്കാറുണ്ട് പൂക്കളിടുമ്പോൾ. ഏത് ഏത് അത് വെച്ചു, അതാ ചുറ്റും വെച്ചിട്ടുണ്ടായിരുന്നേ. കാവടിപ്പൂ യൂസ് ചെയ്തു. ഏത് വീട്ടില് കണ്ടാ? ഏതോ വീട്ടിലത്തെ ഏതോ ഇവളെ കാണുന്നവര് സൂക്ഷിച്ചു വെച്ചോ, സ്വന്തം വീട്ടിലത്തെ പൂ നിങ്ങൾ തന്നെ സൂക്ഷിക്കണം. അപ്പൊ ഇന്ന് എൻ്റെ ഭാര്യയുടെ പിറന്നാളാണ്. അപ്പോൾ ഇതേ ഇവരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരുവാണിക്കാവ് അമ്പലത്തേക്ക് പോകണതാണ് ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി. പോയി തൊഴുത് വന്നിട്ട് വരാം. പിന്നെ അവൾക്ക് ഇന്നലെ രാത്രി കേക്ക് മുറിച്ചതും ഗിഫ്റ്റ് കൊടുത്തതൊക്കെ വീഡിയോ, ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് അവളുടെ ഇന്നത്തെ കോസ്റ്റ്യൂം. ഞാൻ അടുത്തോടത്ത ടോപ്പ്, കമ്മല്, ഈ തലയിൽ വെക്കുന്ന സാധനം, പിന്നെ ഇത് കമ്മല്, ഇതൊക്കെ ആയിട്ട് അമ്മയുടെ വക വാച്ച്, ഇതൊക്കെയാണ് ഇന്ന് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ കൊടുത്തുള്ള ഗിഫ്റ്റുകൾ ഓരോന്നോരോന്നായിട്ട് കുറച്ച് നമ്മൾ കാണിച്ചിരും അല്ലേ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അമ്പലത്തിൽ പോകും, സമയമില്ല. ടാറ്റ. അപ്പോൾ നമ്മൾ തിരുവാണിക്കാവ് ടെമ്പിളിലേക്കൊക്കെയാണ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തൊഴുതിട്ട് വരാം. നമ്മുടെ ആദ്യത്തെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് തൊഴുതിട്ട് വരാം. കേസപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി സർപ്പക്കാവിലൂടെ തൊഴണം. കേസപ്പോൾ ഞങ്ങൾ തിരുവാണിക്കാവിലെ തൊഴുതിറങ്ങി പോവാണ്. അപ്പോൾ പോകാൻ വഴിക്ക് നമുക്ക് നമ്മുടെ രാജുവിനെ കൂടി കണ്ടിട്ട് പോവാം. തിരുവാണിക്കാവ് രാജു ഗോപാൽ, നീ എവിടെ? നിന്നെ കാണാനല്ലോ. അപ്പോൾ നമ്മുടെ രാജു അവിടെ കൂലൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ചെക്ക അവിടെ തിരക്കിലാണ്. കൂലൊക്കെ കഴിഞ്ഞ് സുന്ദരനായി നിൽക്കുക. ഉണ്ടോ? ഓക്കെ, അപ്പൊ അവന്റെ തിരക്കിൽ നിൽക്കട്ടെ, നമുക്ക് പോവാം. അവന്റെ വിളി കേട്ടോ? നിങ്ങൾ കേട്ടോ? ഞാൻ പോയില്ലടാ, ഞങ്ങൾ ഇവിടെ ഉണ്ടടാ. എന്താ പോവാ, നമ്മൾ പോയതാ. ഇവിടെയൊക്കെ നമ്മളെ പോയി വിളിച്ചല്ലേ. അതെ, നിങ്ങളുടെ ബാക്കിൽ വന്നിട്ട് പോകണോ? ഫ്രണ്ട് നിങ്ങളെ കണ്ടിട്ട് പോടാന്ന് പറഞ്ഞിട്ടല്ലേ. ഈ ക്യാമറയില് വരാണ്ട് ഗ്യാസ്. അപ്പം നമുക്ക് വീട്ടിൽ പോകാം. വീട്ടില് ഇവൾക്ക് വേണ്ടി അമ്മ സദ്യ സംഭവമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കാണാം, നമുക്ക് കാണാനല്ല കഴിക്കാം നമുക്ക് സദ്യ. അപ്പൊ വീട്ടിൽ പോവാം. ഗ്യാസ്. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ എത്തിയേക്കാണ്. ഇന്നത്തെ അവളിട്ട പൂക്കളാണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പൊ ഇനി അമ്മേരെ സദ്യയുടെ പരിപാടി ഉണ്ട്, നമുക്കത് നോക്കാം. ഗ്യാസ്, അപ്പൊ ദേ അവൾ തന്നെ പറഞ്ഞുതരും ഇന്ന സംഭവം. അമ്മ ഉണ്ടാക്കിയ അവിയല്, അച്ചാറ്, കാളൻ, പിന്നെ കാബേജ് ഉപ്പേരി ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ചോറ്, പപ്പടം. അപ്പൊ അമ്മയുടെ വക അവൾക്കുള്ള പിറന്നാൾ സദ്യയും കൂടെയാണ് അവളോട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിറന്നാൾ സദ്യ എന്തിനാ അമ്മയ്ക്കുമ്പോ? അമ്മയുടെ സദ്യ ഇത്രയൊക്കെ ഞാൻ കഴിച്ചിട്ടില്ല എന്റെ പിറന്നാളിന്. കഴിക്കൂ. എല്ലാം ഇട്ട് കഴിക്കാം. പണ്ടത്തെ പോലെ ഇല്ലേട്ടാ, എല്ലാം ഇട്ട് കഴിച്ചാൽ ചിലപ്പോ നിനക്ക് പറ്റിയെന്ന് തോന്നില്ലേ? എനിക്ക് എല്ലാം നല്ല ഇഷ്ടായി. മണം കേട്ട് സഹിക്കാൻ പറ്റില്ല എനിക്ക്. അതാ പറഞ്ഞ മണം കേട്ട് സഹിക്കാൻ പറ്റില്ല. സാമ്പാറിന്റെ പ്രത്യേകിച്ച് ശരിക്ക് കല്യാണത്തിനുള്ള അതിന്റെ ടേസ്റ്റ്
അമ്മയുടെ വക. സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞ എനിക്ക് ഞാൻ സമ്മതിക്കില്ല കേട്ടോ. ഇന്നലെ ഞാൻ ഗിഫ്റ്റ് വന്നപ്പോ അറിഞ്ഞില്ല, ഇന്ന് കറിയാൻ സമ്മതിക്കില്ല. പറയാൻ വന്ന കാര്യം വന്ന കാര്യം പറഞ്ഞാ കേട്ടില്ലല്ലോ. രാവിലെ തന്നെ ചേട്ടൻ വിഷ് ലിഫ്റ്റിക്ക് അമ്മ നോക്കുന്നേ, നോക്ക്. സ്മജ്ജി പ്രൂഫ് അല്ലാത്ത ലിഫ്റ്റിക്ക് മുഖത്ത് പാട്. ഞാനല്ല ഇതിലെങ്കിൽ യാതൊരു പങ്കുമില്ല. അവ കൊണ്ടാക്കി വണ്ടി ചാർജ് ചേട്ടാ, വണ്ടി കുത്തിച്ചുള്ള വന്നിട്ട്. സദ്യ അത്രയും സൂപ്പറായിട്ടുണ്ടെന്ന് പണ്ടിതേ വീണ്ടും ചോറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ സദ്യനെ കുറിച്ചുള്ള ടോട്ടൽ അഭിപ്രായം? സൂപ്പർ സൂപ്പർ സൂപ്പർ. പിറന്നാളിന്റെ വിഷസ് പറയാൻ വേണ്ടി ഒരാളിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിറന്നാളിന് വിഷസ് പറഞ്ഞെന്ന് അതിട്ടേ എടുത്താ വരുമ്പോ പറഞ്ഞാ മതി. വലിയമ്മക്കുള്ള പായസം. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പോയി വന്ന് അമ്മയുടെ സദ്യയൊക്കെ കഴിച്ച് ആദ്യത്തെ പിറന്നാള്. അതെ, പിറന്നാള് കല്യാണമുള്ള ആദ്യത്തെ പിറന്നാള് ഇവിടുത്തെ. ആദ്യത്തെ ഓണം. അതിന്റെ ഡ്രസ് എങ്ങനെ ഞാൻ കൊടുത്ത ടോപ്പ് മാത്രം കേട്ടാ, പാൻറ് ഇവിടെ ഉണ്ടായിരുന്നതാ. ഗൈസ്, അപ്പൊ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അതിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് നിന്റെ ബർത്ത്ഡേ കാര്യങ്ങൾ പറയാനുള്ളത്? വിളിച്ചത് വരൂ, തോളത്തി കയ്യെത്തില്ലായിരുന്നു, ഉയരം കുറഞ്ഞ പിന്നെയും. പറഞ്ഞോളൂ. നല്ല സന്തോഷം, മനസ്സ് നിറഞ്ഞ് ഫുഡ് കഴിച്ചു, അമ്മയ്ക്ക് ഉമ്മ കൊടുത്തു. ലിഫ്റ്റ് കളഞ്ഞ അവിടുത്തെ നോക്കിയ ലിഫ്റ്റ് കാണണ്ട നിങ്ങക്ക് കണ്ടോ? സുഖിനേച്ചി ലിഫ്റ്റിക്ക്. പിന്നെ സദ്യനോട് ചെന്താ അഭിപ്രായം? അയ്യോ നല്ല സദ്യ, അതുകൊണ്ട് ഞാൻ 2 വട്ടം ചോറുണ്ടു. ഫോട്ടോ ഞാൻ കാട്ടിത്തരാട്ടോ. അമ്മേ ഇതായിരുന്നു ഫോട്ടോ കേട്ടോ. ഞങ്ങള് ഞാനും ചേട്ടനും. ഇനിയിപ്പോ സദ്യത്തെ പായസം കൂടി ഇവിടെ കുടിച്ചു കഴിഞ്ഞാൽ ഇവള് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ ഓരോന്ന് പറഞ്ഞാൽ കാണിച്ചു. അല്ലെങ്കിൽ ഗിഫ്റ്റ് വൈകുന്നേരം കാണിച്ചു കൊടുക്കാല്ലേ? വൈകുന്നേരം നമുക്ക് ബെഡിൽ നിന്നിട്ട് കാണിച്ചിട്ട് എന്തൊക്കെ ഇവളത്തിന് ഗിഫ്റ്റ് കിട്ടിയെന്നുള്ളത്. ഇനി എനിക്ക് പായസം കൊണ്ടിരിക്കണം, പിന്നെ എനിക്ക് 2 പഴം ഉണ്ട്, അത് കഴിക്കണം. പായസം കിട്ടോ? നമ്മുടെ മലയാളികൾ മൊത്തം ഇങ്ങനെ അല്ലേ? ബർത്ത്ഡേ കഴിഞ്ഞാൽ വീട്ടിൽ വെക്കണ പൈസ അല്ലേ സേമിയോ? ഷേമിയോ ആ കൂട്ടി കണ്ടിട്ട് കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ പരിപ്പ് ഇതൊക്കെ കിട്ടുള്ളൂ. അംഗൻവാടികളില് അല്ല, ബോയ് കാണിച്ചു കൊടുത്തു. ഇന്ന് നമ്മൾ കേറുമ്പോ കാണിച്ചു കൊടുത്തിട്ടുള്ളതല്ലേ? അതെ, അംഗൻവാടികളില് ഇത് എന്ത് ഗോതമ്പ് പായസം, അമ്പലങ്ങളില് അരിപ്പായസം, വീട്ടുകളില് സേമിയ പായസം, പിന്നെ കല്യാണങ്ങൾക്ക് പാലട പായസം, പരിപ്പ് പായസം. അങ്ങനെ ഒരുമാതിരി നമുക്ക് ഒരു ഇതുണ്ട് അല്ലേ പായസങ്ങൾക്ക് വെക്കണുള്ളതില്. കുടിച്ചോക്കിയ പായസത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കടിച്ച് ചെരിക്കിനെ അപ്പൊ വയക്ക് വരും. ചെരിക്ക് വയലേക്ക് അങ്ങനെ വരുന്നുണ്ടോ വലിച്ചെടുക്കാൻ വേണ്ടിട്ട്? ഉണ്ട്. പിന്നെ ഞാൻ പോയി കഴിക്കട്ടെ ഭക്ഷണം കാണാം. ഞാനേ അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇന്നലെ ഒരു 4 ജോഡി ഡ്രസ്സും അതിന് മാച്ചുള്ള കമ്മലും പിന്നെ തലയിടുന്ന പോയി അങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്തു. അത് പോരാണ്ട് അവൾക്ക് വേറൊരു സംഭവം, അവൾ ഒരുപാട് ആഗ്രഹിക്കുന്ന സംഭവം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് 21-ാം എത്തുന്നാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അത് ഇന്ന് എത്തിയിട്ടുണ്ട്. ഇന്നലെ എത്തിയതാണ്. ഇന്നലെ മാക്സിമം ഞാൻ കോൾ ചെയ്ത് അവരെ വിളിച്ച് ഡെലിവറിനെ വിളിച്ച് ചാനലത്തൊക്കെ പറഞ്ഞാൽ ചേട്ടാ ഇന്നത്തേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ 21-ാം തീയതി കിട്ടുള്ളൂ. അപ്പൊ ആളുടെ കയ്യിലുണ്ട്. അപ്പൊ അത് കളക്ട് ചെയ്യാൻ വേണ്ടി വന്ന് നോക്കാം. സംഭവം എന്താണെന്ന് അവൾക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ഗിഫ്റ്റ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് 21-ാം തീയതി എത്തുന്നു വിചാരിച്ചിട്ട് അവൾ ഇരിക്കണത്. അപ്പൊ അത് ഇന്ന് കൊണ്ടുകൊടുക്കാം. അവളുടെ ബർത്ത്ഡേ അന്ന് തന്നെ ഭാഗ്യം ഡേറ്റിൽ തന്നെ കിട്ടിയത്. അപ്പൊ എന്തായിട്ട് നോക്കാം, ഞാൻ അവൾക്ക് കൊടുത്തിട്ട് അവൾ അൺബോക്സിങ് കാണിച്ചു തരാട്ടാ. അപ്പൊ ഇപ്പൊ എന്തായാലും നമുക്ക് ആളെ വെയിറ്റ് ചെയ്യാം. ആളിപ്പോ എത്തു തുടങ്ങി, അത് നമുക്ക് കളക്ട് ചെയ്ത് പോവാം. ഓക്കെ, ഞാൻ വെറുതെ അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാ. ചേട്ടാ ക്യാഷ് ഓൺ ഡെലിവറിയാ? ഞാൻ ജിപേ ചെയ്യാം.
ഇത് ശരിക്കും 21 കിട്ടിയാണല്ലോ കാരണം വിളിച്ചില്ലെങ്കിൽ. ഞാനേ ഇന്ന് കിട്ടിയത് ഭാഗ്യം തന്നെ. ഞാൻ ഇന്ന ബർത്ത്ഡേ 21 കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. പിക്കപ്പ് ഉണ്ട് വൈകുന്നേരം എത്തുമ്പോ ലാസ്റ്റ് അയ്യപ്പനെ വിളിച്ച് പറഞ്ഞ അടുത്ത് തോന്നുന്നില്ലേ? അയച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഹാപ്പി അല്ലേ ബർത്ത്ഡേ? ഗൈസ്, അപ്പോൾ അവിടെ അമ്മേരെ ബ്യൂട്ടി പാർലറിലാണ് ഉള്ളത്. അവിടേക്കാണ് ഗിഫ്റ്റ് കൊണ്ടുപോയി നോക്കുന്നത്. ഞാൻ ഇവിടെ ആക്കിയിട്ടാണ് പോയിട്ടുള്ളത് ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതെ, കൊണ്ടുപോയി കൊടുക്കാം. എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ചേട്ടാ. കൊടുക്കാം. ഇതാണ് മെയിൻ ഗിഫ്റ്റ്. ഇതെത്താൻ വൈകുന്നു പറഞ്ഞാൽ മറ്റേത് കാണിച്ചേ. അൺബോക്സ് ചെയ്യൂ. ചേച്ചിക്ക് ഉപകാരപ്പെടും. എന്താ ഗൈസ്, അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് തൊട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ റീൽ കാണുമ്പോൾ അയച്ചു തന്നിരുന്നതാണ് ഇതിൻ്റെ. അപ്പോഴൊന്നും ഞാൻ മൈൻഡ് ചെയ്തിരുന്നില്ല. അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്ത്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിൽ പോവാണ്. ഇയാൾ വരുന്നുണ്ട്. ഇഷ്ടമൊക്കെ പിടിച്ചിട്ട് എന്തോരം ഇഷ്ടമാക്കിയിട്ട് പറഞ്ഞാൽ നമ്മളെന്താ കഴിയുന്നത്. വീട്ടിൽ പോവാം നമുക്ക്.